പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ ഖറഅ, ആരെങ്കിലും ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 10 മർറാത്തിൻ 10 പ്രാവശ്യം ഓതിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ അല്ലാഹു അയാൾക്ക് ഒരു വീട് പണിതു കൊടുക്കും, അല്ലെങ്കിൽ അവൾക്ക് ഒരു വീട് അല്ലാഹു പണിതു കൊടുക്കും. അപ്പോഴല്ലേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയെ 10 എണ്ണം ചൊല്ലിയ സ്വർഗ്ഗത്തിൽ ഒരു വീടോ? യാ അല്ലാഹ്, ഞങ്ങള് കുറെ ചൊല്ലാൻ പോവുക നബിയെ. 10 ഖുൽ ഹുവല്ലാഹു തോന്നിയ പോരെ, ഞങ്ങളിത് ഓതാൻ പോവാ നബിയെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ നിങ്ങൾ ഓതിക്കോളി, വല്ലാഹു അക്സറു വഅസിയദു, നിങ്ങൾ എത്ര അതിനനുസരിച്ച് അല്ലാഹു തന്നോളൂ, നിങ്ങൾ പേടിക്കണ്ട. അവിടെ കൊട്ടാരം കൂടിപ്പോയിട്ട് കുടുങ്ങുമെന്ന് പേടിക്കേണ്ട, അള്ളാഹു തരും മരങ്ങൾ ചൊല്ലിക്കൂടി. 10 പ്രാവശ്യം നിസ്കാരത്തിന്റെ ശേഷം, നിസ്കാരത്തിന്റെ പിറകെ 11 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലും ഈ പ്രതിഫലം ഉണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ ഒരു 11 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു. സമയമുണ്ടെങ്കിൽ നമുക്ക് ജോലി തിരക്കാണ്, ഓടുക, ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നടത്തത്തിൽ പറ്റുമോ അങ്ങനെ ഓടുക. എന്ത് നമുക്ക് കഴിയോ അത് ഏറ്റെടുക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനോട് ഹബ്ബുണ്ടായ പോരെ, നമുക്ക് ഒന്ന് സ്നേഹിച്ചൂടെ ആ സൂറത്തിന്? അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പറഞ്ഞ, തൗഹീദ് പറഞ്ഞ സൂറത്താ അല്ലേ ഖുൽ ഹുവല്ലാഹു. അതിനോട് സ്നേഹമുണ്ടോ? ഇന്നാലും അല്ലാഹു സ്വർഗ്ഗം തരാം. എന്താണ് പറയുന്നത്? ഈ സൂറത്ത് 10 പ്രാവശ്യങ്ങൾ ഓതി ഒരു ദിവസം, ഓരോ ഓതലിനും സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്. അതിനർത്ഥം ഈ ആള് സ്വർഗ്ഗത്തിൽ പോകുമെന്നാണ്. അഷ്റഫുൽ ഖൽഖ്